ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചില സമയം ബാക്കി വരാറുണ്ടല്ലേ. അപ്പോൾ ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണെന്ന് കാണാൻ പോകുന്നത്. ബാക്കി വന്ന ചപ്പാത്തി തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കറി ഉണ്ടാക്കാൻ മടിച്ചു നിൽക്കുന്ന ദിവസങ്ങളിൽ ഇങ്ങനൊരു വിഭവം ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായും ഇഷ്ടപ്പെടും. ഒരു വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും സ്വാഗതം. ആദ്യം ചെയ്യേണ്ടത് ചപ്പാത്തി ഒന്ന് പിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ആവശ്യമില്ല, ലാസ്റ്റേ ആവശ്യമുള്ളൂ. ഇനി ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് സവാള ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ക്യാരറ്റ്, ക്യാപ്സിക്കം, പച്ചമുളക്, കറിവേപ്പില, പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് ഒരു 60 to 70% ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഞാൻ മുട്ട ചേർക്കുകയാണ്. 2 മുട്ടയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അധികം ചേർക്കാം. മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പും കുരുമുളകും ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്നിച്ച് ഇളക്കരുത്. ഞാനിപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് മറിച്ചിടുകയാണ്. ഇനി ആ ഭാഗം കൂടി വെന്ത് വരുമ്പോൾ നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇതേപ്പോൾ അടിഭാഗവും വെന്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്യണേ. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിച്ചി വെച്ചിരിക്കുന്ന ചപ്പാത്തി ചേർക്കാണ്. ഈ ഒരു സൈസാണ് പാകം. ഒരുപാട് വലിയ സൈസിൽ പിച്ചി വെക്കരുത്, അതേപോലെ നന്നായി ചെറുതും ആവരുത്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ഇപ്പോൾ ചേർക്കാവുന്നതാണ്. ഇനി ചെയ്യേണ്ടത് ഇതിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക. അതിനുശേഷം അടപ്പ് തുറന്ന് നന്നായി ഒന്ന് ഇളക്കുക. കുറച്ച് മല്ലിയില തൂവിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നും ഒരേപോലെ ചപ്പാത്തിയും കറി ഉണ്ടാക്കി ബോറടിച്ചിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമായിരിക്കും അല്ലേ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.